दिल लगी तेरे दिल को दिल लगी न लगे, दिल लगी तेरे दिल को दिल लगी न लगे। वफाओं की हमसे तवक्को नहीं है, वफाओं की हमसे तवक्को नहीं है। ज़माने को अपना बना कर तो देखा, तुम्हें दिल लगी भूल, दिल लगी तेरे दिल को दिल लगी न लगे, दिल लगी तेरे दिल को दिल लगी न लगे। वफाओं की हमसे तवक्को नहीं है, वफाओं की हमसे तवक्को नहीं है। ज़माने को अपना बना कर तो देखा, तुम्हें दिल लगी भूल, दिल लगी तेरे दिल को दिल लगी न लगे, दिल लगी तेरे दिल को दिल लगी न लगे। वफाओं की हमसे तवक्को नहीं है, वफाओं की हमसे तवक्को नहीं है। ज़माने को अपना बना कर तो देखा, तुम्हें दिल लगी भूल, दिल लगी तेरे दिल को दिल लगी न लगे, दिल लगी तेरे दिल को दिल लगी न लगे। वफाओं की हमसे तवक्को नहीं है, वफाओं ബുദ്ധിമുട്ടാണ് ദിവസം ഞാൻ അനുഭവിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം. പക്ഷെ ഇത് വാസ്തവമാണ്. ആത്മാവുക്കും ഭഗവാനുക്കും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു സംബന്ധമുണ്ട്. ജാതസ്യ ധ്രുവ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ച. ജനിച്ച ആള് മരണം സംഭവിക്കും അയാൾക്ക്, മരിച്ച ആള് വീണ്ടും ജനിക്കുന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഈ സംസാരം നടന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ശരീരത്തിനെയാണ് നടക്കുന്നത്. അദ്ദേഹം നിരന്തരമായിട്ടുള്ള ഒരു ആത്മാവാണ്, ആത്മീയമായിട്ടുള്ള ആത്മാവാണ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ. ഇതായതുകൊണ്ട് ആത്മാവുക്കും ഭഗവാനുക്കും ശാശ്വതമായിട്ടുള്ള ഒരു സംബന്ധം, ആ സംബന്ധമാണ് ആത്മീയമായിട്ടുള്ള ഒരു സംബന്ധമാണ്. അതായത് കൊണ്ട് ഈ ആത്മാ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് വിധവിധമായിട്ടുള്ള ശരീരത്തിൽ ജനിക്കാം. ഒരു പൂച്ചയായിട്ടും നായായിട്ടും ആനയായിട്ടും കുതിരയായിട്ടും കഴുതയായിട്ടും മനുഷ്യനായിട്ടും ദേവന്മാരായിട്ടും ജീവിക്കാൻ പറ്റും, ജനിക്കാൻ പറ്റും. ചൈതന്യ മഹാപ്രഭു സാക്ഷാത് കൃഷ്ണൻ തന്നെയായിരുന്നു. സാക്ഷാത് ആ ഭഗവത്ഗീത പറഞ്ഞു കൊടുത്ത് അർജുനന് പറഞ്ഞു കൊടുത്ത കൃഷ്ണൻ വീണ്ടും ചൈതന്യ മഹാപ്രഭു ഈ കലിയുഗത്തിൽ യുഗാവതാരം ആയിട്ട് വന്നു. ഈ കാര്യം കലിയുഗത്തിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ഒരു ഭക്തനായിട്ട് വന്നു. ഭഗവാൻ ഭക്തി ചെയ്യൂ എന്ന് പറഞ്ഞു. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാം ഏ വൈശ്യസി യുക്ത്വൈവം ആത്മാനം മത്പരായണഃ. 9ാമത്തെ അധ്യായത്തിലെ അവസാനം ഭഗവാൻ പറയുന്നത് മന്മനാഭവ മദ്ഭക്തഃ മദ്യാജി മാം നമസ്കുരു. എൻ്റെ ഭക്തനായിട്ട് മാറണം,
മദ്യാജി എന്നെ പൂജ ചെയ്യണം, മാം നമസ്കുരു എനിക്ക് നമസ്കരിക്കണം. ഇങ്ങനെ സാധന നിങ്ങൾ ചെയ്തെങ്കിൽ വീണ്ടും എൻ്റെ കൂടെ വന്നിട്ട് ചേർന്നിരിക്കാം എന്ന് പറയുന്നത്. Ya Allah, dari jiwa yang